പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഫുൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റായി നമ്മൾ നോക്കുന്നത് ഒരു റിട്ടേണിനെ സംബന്ധിച്ചാണ്. സോയി സ്റ്റാർക്ക് എന്ന് പറയുന്ന റെസ്ലറിൻ്റെ റിട്ടേണിനെ സംബന്ധിച്ചാണ് നമുക്ക് ആദ്യമേ പങ്കുവെക്കാനുള്ളത്. സോയി സ്റ്റാർക്ക് റോ ബ്രാൻഡിൻ്റെ ഭാഗമാണ്. റോ എപ്പിസോഡിൽ ഒരു MITB ക്വാളിഫിക്കേഷൻ മത്സരം കളിക്കുമ്പോഴാണ് മെയ് മാസത്തിൽ 2025 സോയി സ്റ്റാർക്കിൻ്റെ കാലിന് ഇഞ്ചുറി പറ്റുന്നത്. പിന്നീട് സോയി സ്റ്റാർക്കിനെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ സാധിച്ചത് ഈ ഇഞ്ചുറി മാറാൻ എടുക്കുന്ന ടൈം പീരീഡിനെ സംബന്ധിച്ചായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 8 മാസത്തോളം ഈ റെസ്ലറിന് റിങ്ങിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. ഈ ഒരു പരിക്ക് മാറാൻ ഇത്രയും സമയം വേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഏകദേശം 7-8 മാസം ഇപ്പോൾ ആയി. സോയി സ്റ്റാർക്ക് തന്നെ ഇന്നലെ ട്വീറ്റ് ചെയ്തത് അനുസരിച്ചാണെങ്കിൽ പരിക്ക് മാറി തിരികെ വരാൻ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് സോയി സ്റ്റാർക്ക് പങ്കുവെക്കുന്നത്. ഓൾമോസ്റ്റ് എന്നുള്ളൊരു ക്യാപ്ഷനും കൊടുത്ത് ഒരു ടൈമിൻ്റെ സിമ്പലും കാണിച്ച് ഇനി റിട്ടേൺ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം എന്നുള്ള തലത്തിൽ ഒരു സൂചന നൽകുന്ന സോയി സ്റ്റാർക്കിൻ്റെ ഒരു ട്വീറ്റാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ സോയി സ്റ്റാർക്കിനെ ഉടനെ റോ ബ്രാൻഡിലേക്കുള്ള ഒരു സർപ്രൈസ് റിട്ടേണിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ചിലപ്പോൾ വുമൻസ് റോയൽ റംബിളിൽ ജനുവരി മാസത്തിൻ്റെ അവസാനവും പ്രതീക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് ലിവ് മോർഗനെ സംബന്ധിച്ചാണ്. ലിവ് മോർഗൻ നിലവിൽ ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന ഫാക്ഷനിൽ തന്നെയുണ്ട്. ലിവ് മോർഗൻ മുൻ വുമൻസ് വേൾഡ് ചാമ്പ്യനാണ്. വുമൻസ് ഡിവിഷനിലെ ടോപ്പ് സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളാണ്. ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോയിങ് ഉള്ള നിലവിലെ കറൻറ്റ് ഡിവിഷനിലെ ഏറ്റവും ടോപ്പ് റെസ്ലർമാരിൽ ഒരാളാണ്. ലിവ് മോർഗനെ സംബന്ധിച്ച് വലിയൊരു പോസിറ്റീവ് അപ്ഡേറ്റ്സ് റസൽ വേർഡ്സ് എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിൽ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ലിവ് മോർഗനെ കേന്ദ്രീകരിച്ചുകൊണ്ട് റസൽമേനിയയിൽ ഒരു വമ്പൻ സ്റ്റോറി ഒരുങ്ങുന്നുണ്ട് എന്നാണ്. ലിവ് മോർഗൻ ഏതെങ്കിലും ഒരു വുമൻസ് വേൾഡ് ടൈറ്റിലിന്, അതായത് സ്റ്റെഫിനി വെക്കാറിൻ്റെ ചാമ്പ്യൻഷിപ്പിനോ ജെഡ് കാർഗിലിൻ്റെ ചാമ്പ്യൻഷിപ്പിനോ ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ ലിവ് മോർഗനെ കേന്ദ്രീകരിച്ചിട്ടുള്ള സ്റ്റോറി ആയിരിക്കും വുമൻസ് ഡിവിഷനിൽ നിന്ന് വലിയ സ്റ്റോറിയായി റസൽമേനിയ 42 പോകുന്നത് എന്നാണ് റസൽ വേർഡ്സ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ റസൽമേനിയ റിങ്ങിൽ വെച്ച് ലിവ് മോർഗൻ വീണ്ടും വുമൻസിൻ്റെ മെയിൻ ചാമ്പ്യൻഷിപ്പ് വിജയിക്കുന്നതായിട്ടും ഈ വർഷം നമുക്ക് കാണാൻ സാധിച്ചേക്കാം എന്നുള്ളതും റസൽ വേർഡ്സിൻ്റെ റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും ഒരു ടാഗ് ടീം ഡിവിഷൻ ഒരു മിഡ് കാർഡ് ലെവലിലാണ് ലിവ് മോർഗൻ സ്റ്റോറി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പോലും ലിവ് മോർഗന് എപ്പോൾ വേണമെങ്കിലും ടോപ്പ് ഡിവിഷനിലേക്ക് കയറി വരാൻ സാധിക്കുമെന്നുള്ളതാണ് താരത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ലിവ് മോർഗൻ ഈ റോയൽ റംബിളിൽ വിജയിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും ലിവ് മോർഗൻ വുമൻസിൻ്റെ ഏത് ചാമ്പ്യൻഷിപ്പിനാണ് ചലഞ്ച് ചെയ്യുക എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. എന്തായാലും ലിവ് മോർഗന് റസൽമേനിയ 42 ഒരു 1-on-1 സ്റ്റൈലിൽ ഒരു വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കിട്ടുകയാണെങ്കിൽ ആരെയായിരിക്കും ലിവ് മോർഗൻ ചൂസ് ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ് സാക്ഷാൽ ദ ബീസ്റ്റ് ബ്രോക്ക് ലെസ്നറിനെ സംബന്ധിച്ചാണ്. ബ്രോക്ക് ലെസ്നറിനെ സംബന്ധിച്ച് ഏറ്റവും അവസാനമായി അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിച്ചത് സർവൈവർ സീരീസ് വാർ ഗെയിംസ് മത്സരത്തിലായിരുന്നു. അതിനുശേഷം ബ്രോക്ക് ലെസ്നറിൻ്റെ പേര് അതിനുശേഷമുള്ള റോ എപ്പിസോഡിൽ പോൾ ഹെയ്മൻ വന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ ഉപരി മറ്റൊന്നും നമുക്ക് അറിയാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് നമുക്ക് അറിയാൻ സാധിച്ചത് മെൻസ് റോയൽ റംബിളിൽ ബ്രോക്ക് ലെസ്നർ ഭാഗമായേക്കും എന്നുള്ളതാണ്. കൂടാതെ ഒഫീഷ്യൽ റോയൽ റംബിൾ പോസ്റ്ററിലും ബ്രോക്ക് ലെസ്നറിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അപ്ഡേറ്റും നമുക്ക് അറിയാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇത്തരത്തിൽ പോസ്റ്ററുകളിലെല്ലാം ബ്രോക്ക് ലെസ്നറിനെയോ മറ്റ് സൂപ്പർ സ്റ്റാർസിനെയോ ഉൾപ്പെടുത്തിയത് കൊണ്ട് മാത്രം ബ്രോക്ക് ലെസ്നർ ആ മെൻസ് റോയൽ റംബിളിൽ പങ്കെടുക്കണമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. എന്നാൽ ഇപ്പോൾ ആരാധകരുടെ സംശയങ്ങളെല്ലാം തീർത്തുകൊണ്ട് ഒരു വെബ്സൈറ്റ് നിലവിൽ കൃത്യമായിട്ടുള്ളൊരു അപ്ഡേറ്റ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. റസൽ വേർഡ്സിൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ അവർ പങ്കുവെക്കുന്നത് ബ്രോക്ക് ലെസ്നറിനെ മെൻസ് റോയൽ റംബിളിലേക്ക് നിലവിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ബ്രോക്ക് ലെസ്നർ മെൻസ് റോയൽ റംബിളിൽ കോമ്പീറ്റ് ചെയ്യുമെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 വർഷങ്ങൾക്ക് ശേഷമാണ് ബ്രോക്ക് ലെസ്നർ റോയൽ റംബിളിൽ വീണ്ടും ഇറങ്ങാൻ പോകുന്നത്. ഇത്തവണത്തെ റോയൽ റംബിളിൽ ബ്രോക്ക് ലെസ്നറിൻ്റെ വിജയസാധ്യത എന്ന് നമ്മൾ നോക്കുമ്പോൾ വിജയസാധ്യത വളരെ കുറവാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചിലപ്പോൾ സൗദി അറേബ്യയിൽ വെച്ച് നടക്കുന്ന ഈ റോയൽ റംബിളിലെ മെൻസ് റോയൽ റംബിൾ മത്സരം ബ്രോക്ക് ലെസ്നറിൻ്റെ കരിയറിലെ അവസാന റോയൽ റംബിൾ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ബ്രോക്ക് ലെസ്നർ 20 നമ്പറുകൾക്ക് ശേഷമാണ് ഇറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അവസാന 4 റെസ്ലർ ഒരാളായിട്ട് ബ്രോക്ക് ലെസ്നർ അവശേഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാച്ച് ബ്രോക്ക് ലെസ്നറിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തവണത്തെ മെൻസ് റോയൽ റംബിളിൽ പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ബ്രോക്ക് ലെസ്നർ എന്തായാലും മെൻസ് റോയൽ റംബിളിൽ മത്സരിക്കുന്നു എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. ഇനി റോമൻ റീൻസിനെ കുറിച്ചിട്ടാണ് അറിയാനുള്ളത്. റോമൻ റീൻസിനെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടുമ്പോൾ പങ്കുവെക്കാം. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് സാക്ഷാൽ ദ റോക്കും
റോമൻ റീൻസും തമ്മിൽ ഏറ്റുമുട്ടുന്ന ആ ഡ്രീം മാച്ച് എന്നാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ദ റോക്ക് വേഴ്സസ് റോമൻ റീൻസ് തമ്മിലുള്ള മത്സരം നടക്കുമെന്നുള്ളത് ഏകദേശം ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിലവിൽ പുറത്തേക്ക് വരുന്ന ചെറിയ ചെറിയ റിപ്പോർട്ട്സിൽ ദ റോക്ക് അദ്ദേഹത്തിൻ്റെ അവസാന മത്സരം കളിക്കുന്നത് റോമൻ റീൻസിന് എതിരെയായിരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായ രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ റസൽമേനിയ 42 നമുക്കത് പ്രതീക്ഷിക്കാവുമോ എന്നുള്ളതാണ് പലരും ഉറ്റുനോക്കിയത്. പക്ഷേ റസൽമേനിയ 42 ദ റോക്ക് മത്സരിക്കാൻ ഇറങ്ങില്ല. റസൽമേനിയ 42 റോക്ക് മത്സരിക്കാൻ ഇറങ്ങില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ റസൽമേനിയ ആ സമയത്ത് ദ റോക്കിന് മറ്റ് സിനിമയുടെ ഷെഡ്യൂളും ഷൂട്ടിങ്ങൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ റോക്ക് ഈ വർഷത്തെ റസൽമേനിയയിൽ വരില്ല. പിന്നീട് ഒരു വഴിയുള്ളത് അടുത്ത വർഷത്തെ റസൽമേനിയാണ്, റസൽമേനിയ 43. റസൽമേനിയ 43 ഒരു പ്രത്യേകത സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ് റസൽമേനിയ 43 നടക്കുന്നത് എന്നാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് പുറത്ത് വെച്ച് നടക്കുന്ന ഒരു റസൽമേനിയ, സൗദിയെ പോലെയുള്ള ഒരു രാജ്യത്ത് വെച്ച് നടക്കുന്ന റസൽമേനിയ, അതിലെ ഒരു മാർക്കി മാച്ചായിട്ട് റോക്കിൻ്റെ മാച്ച് നടത്താൻ വേണ്ടി ഒരു വലിയ തുക തന്നെ റോക്കിന് കൊടുക്കാൻ സൗദി അറേബ്യൻ ഗവൺമെൻറ് സ്പോർട്സ് അതോറിറ്റീസ് തയ്യാറായിട്ടുണ്ട് എന്നാണ് നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട്സ്. ആ റോക്കിൻ്റെ മത്സരം റോമൻ റീൻസിനെതിരെയുള്ള ഡ്രീം മാച്ച് ആക്കിയിട്ട് നടത്താനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. റോക്കിൻ്റെ കരിയറിലെ അവസാനത്തെ മത്സരമായിരിക്കും. അപ്പോൾ ബ്ലഡ് ലൈൻ റിലേറ്റ് ചെയ്തിട്ടുള്ള വമ്പൻ സ്റ്റോറി ആയിരിക്കും ഈ ഒരു മത്സരത്തിന് വേണ്ടി അണിയറയിൽ ഒരുക്കുക എന്നുള്ളതും നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ റോക്ക് വേഴ്സസ് റോമൻ റീൻസ് തമ്മിലുള്ള മത്സരം, നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു ഡ്രീം മാച്ച്, ആ മാച്ച് റസൽമേനിയ 43 നടക്കുമെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഏകദേശം ആ ഒരു മാച്ച് നടക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. ആ മത്സരം നടന്നാൽ റോമൻ റീൻസിനാണ് വിജയസാധ്യത കൂടുതൽ. കാരണം റോക്കിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ച് പോലെയാണിത് നടക്കുക. റോമൻ റീൻസ് വിജയിച്ചാൽ റോക്കിന് മേലെ ഒരു റിയാക്ഷൻ ചിലപ്പോൾ റോമൻ റീൻസിന് കിട്ടിയേക്കാം. അതായത് റോക്കിനേക്കാൾ വലിയൊരു സപ്പോർട്ട് ആരാധകരുടെ ഭാഗത്തു നിന്ന് റോമൻ റീൻസിന് കിട്ടിയേക്കാം. അപ്പോൾ റോക്ക് വേഴ്സസ് റോമൻ റീൻസ് തമ്മിലുള്ള മത്സരത്തിൽ നിങ്ങൾ കാത്തിരിക്കുന്നത് റോമൻ റീൻസിൻ്റെ വിജയത്തിനാണോ അതോ റോക്കിൻ്റെ വിജയത്തിനാണോ? ആരാണ് വിജയിക്കുക? നിങ്ങളുടെ പ്രഡിക്ഷൻസ് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.